ഹായ്, എൻ്റെ പേര് ബിപിൻ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് YFIക്കും മനോജ് സാറിനും അതേപോലെ തന്നെ അവരുടെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടായിരുന്നു. 2022 ഡിസംബറിലാണ് എൻ്റെ വൈഫ് ഇവിടെ കാനഡയിൽ എത്തുന്നത്. അപ്പം ആൾ സ്റ്റുഡൻ്റായിട്ടാണ് വന്ന സമയത്ത് YFI ആയിരുന്നില്ല ഏജൻസി. പക്ഷേ ഞങ്ങൾക്ക് ആ സ്റ്റഡി വിസയ്ക്ക് വെച്ചിരുന്ന ഏജൻസിയിൽ അത്ര ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മകളുടെ വിസ ഇനി ഏത് ഏജൻസി വഴി വെക്കും അങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ഡൗട്ടിലായിരുന്നു. അങ്ങനെ ആ സമയത്ത് വൈഫിൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞങ്ങൾ YFI പറ്റി അറിയുന്നതും. അങ്ങനെ ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം YFIക്ക് അയച്ചു കൊടുത്തു. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് പിന്നെയും സംശയമായി. കാരണം നാട്ടിലുള്ള ഏജൻസി, ഞാൻ നാട്ടിലില്ല, ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോകുകയൊന്നും ചെയ്യാതെ ഡോക്യുമെൻറ്റ്സ് നേരിട്ട് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം എങ്ങനെയാണ് അവർ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമോ ഇല്ലയോ, എങ്ങനെയാണ് ആകെ ഡൗട്ടായി. പക്ഷേ നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു അവരുടെ സർവീസ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് തന്നെ പറയണം. കാരണം എപ്പോഴെല്ലാം നമ്മൾ ഓരോ ഡൗട്ട് ചോദിച്ച് വിളിക്കുന്നു അവരെല്ലാം കൃത്യമായിട്ട് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം തരികയും ഇൻ കേസ് അവൈലബിൾ അല്ല എങ്കിൽ അവർ വെരി നെക്സ്റ്റ് ഡേ അവർ നമ്മൾ തിരിച്ച് വിളിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അവർ ചെയ്തു തന്നു. അവർ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് കൊടുക്കുക, അത് മാത്രമേ നമ്മൾ ചെയ്താൽ മാത്രം മതിയായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെ വിസയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടാണ് എൻ്റെ മകളുടെ വിസ അപ്രൂവൽ വന്നത്. അങ്ങനെ 2023 മെയ്യിൽ ഞാൻ മകൾ കാനഡയിലെത്തി. അങ്ങനെ ഇപ്പം വൈഫിൻ്റെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞു. PGWPക്ക് വെക്കുന്ന സമയമായപ്പോഴേക്കും ഇവിടെ റൂൾ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ വീണ്ടും ടെൻഷനായി. ഒരുപാട് റൂമേഴ്സ് വന്നിടാൻ തുടങ്ങി. ഇനി ഉള്ളവർ, അതായത് B ലെവൽ ജോബ് ഇല്ലാത്തവരെ അവർ പറഞ്ഞു വിടുന്നു, നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ല, വന്നാൽ റിജക്ഷൻ ഉണ്ടാവും. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ടായി. കാരണം എനിക്ക് B ലെവൽ ജോബില്ല, വൈഫിന് B ലെവൽ ജോബില്ല. അപ്പോൾ എന്ത് ചെയ്യും? മകളെ ഇവിടെ സ്കൂളിൽ ചേർത്തു. അപ്പം ആളെ ഇനി എന്തെങ്കിലും നമുക്കൊരു റിജക്ഷൻ വല്ല വന്നു കഴിഞ്ഞാൽ ഇനിയും തിരിച്ച് പോകുന്ന കാര്യത്തെ പറ്റിയായി പിന്നെ ചിന്തയെ. അപ്പം ആളുടെ ഭാവി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെൻഷനായി പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും YFI തന്നെ കോൺടാക്ട് ചെയ്തു. PGWPക്ക് വേണ്ടി YFIയിൽ വെച്ചു. അതിനുശേഷം അപ്രൂവൽ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ മകളുടെയും വിസയ്ക്ക് വേണ്ടിയും വെച്ചു. അപ്പോൾ ആ സമയത്ത് പലർക്കും വെച്ചു. ഒരാഴ്ച കൊണ്ടൊക്കെ റിപ്ലൈ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്നും വരുന്നില്ല. അങ്ങനെ 1 മാസമായി, 2 മാസമായി, അങ്ങനെ 7 മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ഈ 7 മാസം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞതേയില്ല. കാരണം YFI നമുക്ക് ഓരോ ആഴ്ച കൂടുമ്പോഴും നമുക്ക് അവർ വേണ്ട അപ്ഡേറ്റുകളും കാര്യങ്ങളും കൃത്യമായിട്ട് തരുന്നു. നമ്മൾ പോലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ തന്നെ GCPയിൽ കയറുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം അവർ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 7 മാസത്തിന് ശേഷം ഇപ്പോൾ വിസ നമുക്ക് അപ്രൂവൽ വന്നു. YFI ചെയ്ത അവരുടെ സർവീസ് വളരെ മികച്ചതാണ്. ഞാൻ എല്ലാവർക്കും, ഇനി വരാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ ആരെല്ലാം ഒരു നല്ലൊരു കൺസൾട്ടൻസി അവർ അന്വേഷിക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും ഞാൻ YFI തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.